ഒരു പുതിയ ഡിഷല്ല, കിച്ചടി എങ്ങനെ ഉണ്ടാക്കണം നോക്കാൻ. രാത്രിത്തെ ഡിന്നർ കഴിക്കാനാണ്. നോക്കാം. ആദ്യം ഞാൻ പാനിലേക്ക് എണ്ണ ഒഴിക്കുകയാണ്. എന്തെണ്ണ വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ റൈസ് ബ്രാൻ ഓയിലാണ് ഒഴിക്കണത്. ഇതൊന്ന് ചൂടാവട്ടെ. 1 ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം വളരെ പെട്ടെന്നാവും. ഇതിലേക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഒരു 1/4 കപ്പ് ചെറുപരിപ്പ് കേട്ടോ. ഒരു 1/2 കപ്പ് ചെറുപരിപ്പ്, 1/2 കപ്പ് അരി. നിങ്ങൾക്ക് അതിൻ്റെ റേഷ്യോ ആണെങ്കിൽ 1/2 കപ്പാക്കിയിട്ട് 1/4 കപ്പാക്കുക. 1/2 കപ്പ് ചെറുപരിപ്പും 1/4 കപ്പ് അരിയും. ഇത് വളരെ നല്ലതാണ്, ലൈറ്റ് ഫുഡാണ് രാത്രി കഴിക്കാനായിട്ട്. അപ്പോൾ ഈ കിച്ചടി വളരെ ഫേമസ് ആണ്. അപ്പോൾ ഇതിനെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ഇനി ഇത് പൊട്ടിയപ്പോൾ ഇതിൽ കടുകൊന്നുമില്ല. ഞാൻ കുറച്ച് നമുക്ക് എന്ത് വേണമെങ്കിൽ അവരവരുടെ ഇഷ്ടമായി ചേർക്കാം. ഞാനിപ്പോൾ പച്ചക്കറി ഒന്നും ചേർക്കില്ല. എല്ലാവരും ചിലപ്പോൾ പച്ചക്കറി ചേർക്കണമെന്നാണ്, ചീര ചേർക്കണമെന്നാണ്. ഞാനിത് പെട്ടെന്നൊരു ഡിഷായിട്ട് ഉണ്ടാക്കാൻ പോണേ. ഇതിപ്പോൾ ജീരകം ഒന്ന് നന്നായി പൊട്ടിയപ്പോൾ നല്ല മണം വന്നു. അപ്പോൾ കുറച്ച് ഇഞ്ചി, ഒരു പച്ചമുളക്. ഇതിലധികം ഞാൻ രാത്രിത്തെ ആയതുകൊണ്ട് ഞാൻ എരിവൊന്നും ഇടുന്നില്ല. ചെറിയൊരു പച്ചമുളക് കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് തക്കാളി. നിങ്ങൾക്ക് ഉള്ളി ഇടാം, പച്ചക്കറിയൊക്കെ ഇടാം, ചീര ഇടാം, ക്യാരറ്റ് ഇടാം. ഞാൻ പക്ഷേ ഇത് പെട്ടെന്ന് ചെയ്യാണ്. ഇനി അതുകൊണ്ട് ഇതൊന്നിങ്ങനെ നല്ലോണം സോട്ട് ചെയ്യട്ടെ. ഈ തക്കാളി ഒന്നായപ്പോൾ ഞാൻ ഇതിലേക്ക് ലേശം കായം കേട്ടോ. കായം നല്ല മണം തരും. കുറച്ച് മല്ലിയില ഇതൊക്കെ ഇട്ടു. ഇനി എന്താ ഇടാൻ പോണറിയോ? ഈ അരിയും ചെറുപരിപ്പും ഇതിട്ടിട്ട് ഇതിപ്പോൾ 1 കപ്പിന് ഞാൻ 3.5 കപ്പ് വെള്ളം ഒഴിക്കുന്നു. എന്താ വെച്ചാൽ നമ്മളിത് കുറച്ച് കുഴഞ്ഞ രീതിയിലായിരിക്കും ഉണ്ടാവുക. രാത്രി കഴിക്കുമ്പോൾ കുറച്ച് ഗ്രേവി ടൈപ്പാണ് ഉണ്ടാവുക. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇതിലേക്ക് മഞ്ഞൾ ലേശം ഞാൻ ഇടുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ആദ്യം ഉപ്പിടട്ടെ. ഉപ്പൊക്കെ അവരവരുടെ ഇഷ്ടത്തിനിടാം. ലേശം മഞ്ഞൾ ഇടണു. ഇത് ഞാൻ ഒരു കാര്യം വിട്ടുപോയി പറയാൻ. നമ്മളിത് ഒരു അരമണിക്കൂർ ഞാൻ രണ്ടും കുതിർത്തിയിട്ടുണ്ട്. പരിപ്പും അരിയും, ചെറുപരിപ്പും അരിയും പച്ചരിയും എടുത്തിരിക്കണേ. അത് വെച്ചിട്ടാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അത് രണ്ടും ഒരു 15 മിനിറ്റെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് കുതിർത്തണം. ഇനിയിപ്പോൾ ഞാൻ ഉപ്പൊക്കെ മതി, അത് കഴിഞ്ഞിട്ട് നോക്കാം. ഒരു 2 വിസിലിന് ഞാനിത് ഓഫ് ചെയ്യും. അപ്പോൾ ഇതൊന്നാവട്ടെ, എന്നിട്ട് ഇനി തുറന്ന് കാണിക്കാം. ഇപ്പോൾ എൻ്റെ കിച്ചടി റെഡിയായി. ഇങ്ങനെ നല്ല കുഴഞ്ഞ രൂപത്തിലാണ് ഉണ്ടാവുക. ഇതാണ് ഇതിൻ്റെ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യിൽ ഒരു സീസണിങ് നടത്തുകയാണ്. അത് വെറുതെ നെയ്യ് ഒഴിച്ചാലും മതി. പക്ഷേ നമ്മൾ നെയ്യിൽ ഇനി ചെറിയൊരു വറവിട്ടാൽ അതി ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ അതെങ്ങനെ, ഇനിയിപ്പോൾ 1 സ്പൂൺ നെയ്യ് ഇടുകയാണ്. നെയ്യ് ചേർക്കുമ്പോൾ അതിന് അതിയായ ഒരു ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് നെയ്യിൽ ചെയ്യുന്നത്. തണുപ്പ് കാരണം നെയ്യ് ശരിക്കും വീഴുന്നില്ല. ഇനി അതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത് കടുക് വേണമെങ്കിൽ ചേർക്കാം. എനിക്ക് കടുക് ഇടുന്നത് ഇഷ്ടമാണ്. സാധാരണ ആരും കടുക് ചേർക്കില്ല കേട്ടോ. ഞാൻ ഒരു നുള്ളി കടുക് ഇടുകയാണ്. പിന്നെ വറുത്തിടുമ്പോൾ കൂടി ലേശം ജീരകം ഇടാൻ പോകണം. കുറച്ച് ജീരകം, കൂടുതലൊന്നുമില്ല. ഞാനത് കുഴയുമ്പോൾ കൂടുതൽ കാണണമെന്നേ ഉള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ഇത് പൊട്ടി വരുമ്പോഴേക്കും കുറച്ച് പേപ്പർ,
ഇത്തിരി പെപ്പർ കേട്ടോ, പെപ്പർ ആദ്യം ഇട്ടിട്ടില്ല, ലേശം കായം. ഇതൊന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് വെറുതെ അതിൽ നെയ്യ് ഒഴിച്ച് കഴിക്കാം. പക്ഷേ ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഒരു ആഡ് ടേസ്റ്റാണ്. ഞാൻ ഇത് ഓഫ് ചെയ്തു. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ ഒഴിക്കുക. ഭയങ്കര ടേസ്റ്റാണിത്. രാത്രി കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ലൈറ്റ് ഫുഡാണ്. ഇനി ഞാനിത് എന്തിൻ്റെ കൂടെ കഴിക്കണമെന്നും കൂടി കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടോ, ഇതാണ്, ഇങ്ങനെയാണ് ഇത് അക്കമ്പനിമെൻറ്റ് ചെയ്യുന്നത്. പിക്കിൾ, കേട്, പപ്പടം. ഇതാണ് വളരെ ഡെലീഷ്യസ് ആയിരിക്കും അതിൻ്റെ കൂടെ കഴിക്കാൻ. പക്ഷേ എല്ലാവർക്കും അവരവരുടേതായ പ്രിഫറൻസസ് ഉണ്ട്. അപ്പോൾ അവർക്ക് എങ്ങനെ വേണം, ഇത് പ്ലെയിനായിട്ട് കഴിക്കാം, നല്ല പച്ചമുളക് ചട്നി അരച്ചിട്ട് കഴിക്കാം, ദോശയ്ക്ക് കഴിക്കുന്ന അങ്ങനെയും കഴിക്കുന്ന കണ്ടിട്ടുണ്ട് ഞാൻ. പക്ഷെ കേട് വളരെ നല്ലതാണ്. ഓൾസോ പിക്കിളൊക്കെ പിന്നെ അവരവർ ആരോഗ്യം അനുസരിച്ചിട്ട് പപ്പടം, ഇതാണ് ഇതിൻ്റെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക, എനിക്കൊരു ഫീഡ്ബാക്ക് തരിക. വളരെ ടേസ്റ്റി, വളരെ ന്യൂട്രീഷ്യസ് ആണ് ചെറുപരിപ്പ്, ചെറുപയർ സാധനങ്ങൾ. ഇതിൽ വളരെ കുറച്ച് അരി എടുത്തിട്ടുള്ളൂ. എന്താ കാര്യം വെച്ചാൽ ഞാൻ 1/2 കപ്പും 1/4 കപ്പുമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ അണ്ടിപ്പരിപ്പ് ചേർക്കാം. അണ്ടിപ്പരിപ്പ് ചേർത്താൽ വളരെ ടേസ്റ്റിയാണ്. പക്ഷേ രാത്രി കഴിക്കുമ്പോൾ ഞാനിതൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. സോ ഫ്രണ്ട്സ്, ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരും വരെ ഇറ്റ്സ് ബൈ ഫ്രം സുധാ മേനോൻ.